വിശ്വാസികളാകാൻ പോകുന്നില്ല. അവരുടെ കാര്യത്തിൽ അങ്ങനെ അള്ളാഹുവിന്റെ കലിമത്ത് സ്ഥിരപ്പെട്ടിരിക്കുന്നു, അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ്. എന്നിട്ട് നമ്മുടെ പരിഭാഷ എടുത്തിട്ടാ വായിക്കുന്നത്. അമാനി മൗലവിയുടെ പരിഭാഷയിലും അതുണ്ട് എന്ന് പറഞ്ഞിട്ട് അമാനി മൗലവിയുടെ പരിഭാഷയില്ലെന്ന് കട്ടുവെച്ച് വായിക്കുകയാണ്, മൂടി വെച്ച് വായിക്കുകയാണ്. മുജാഹിദുകൾക്ക് മറുപടി പറയുമ്പോ മുജാഹിദിന്റെ പരിഭാഷയുടെ ഒരു ഭാഗം എടുത്തിട്ടാ വായിക്കുന്നത്. എന്നാ സഹോദരന്മാരെ, എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചോ. ഇതാ അമാനിയിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ആകാശത്ത് നിന്ന് മഴ തുടങ്ങിയ അനുഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് വിള മുതലായ അനുഗ്രഹങ്ങളും വഴി മനുഷ്യർക്ക് ആഹാരം നൽകുന്നവൻ, കേൾവി കാഴ്ച മുതലായ ശക്തികളെ സൃഷ്ടിച്ച് കൈകാര്യം നടത്തുന്നവൻ, ജീവനോ ജീവസ്സോ ഇല്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനും ജീവസ്സുള്ളതുമായ വസ്തുക്കളെയും മറിച്ച് ജീവനുള്ളവയിൽ നിന്ന് നിർജീവ വസ്തുക്കളെയും ഉൽപ്പാദിപ്പിക്കുന്നവൻ, ലോക കാര്യങ്ങൾ പടിപടിയായിട്ട് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നവൻ, ഇതെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ മുശ്രിക്കുകൾക്കും ഉത്തരം പറയുവാനുള്ളത് അല്ലാഹു എന്ന് തന്നെ ആയിരിക്കും. കേട്ടോ, അല്ലാഹു തന്നെയാണ് അവരും പറയുന്നത്. എന്നിട്ട് ശ്രദ്ധിച്ചോ, എന്താ പിന്നെ മൗലവി പറയുന്നത്? എന്നിട്ടും അതെല്ലാം നടത്തുന്നത് അല്ലാഹുവാണെന്നും അവരുടെ ആരാധ്യന്മാരതൊന്നും ചെയ്യുന്നില്ലെന്നും അവർക്കും ബോധ്യമാണ്. കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ചോ, എന്താ പറഞ്ഞത്? അതെല്ലാം നടത്തുന്നത് അല്ലാഹുവാണെന്നും. ഏതൊക്കെ നടത്തുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോ. ആകാശഭൂമികളിൽ നിന്ന് റിസ്ക് തരുന്നത്, കേൾവിയെയും കാഴ്ചയും അധീനമാക്കുന്നത്, നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവവസ്തുക്കളെയും അല്ലാത്തവയും ജീവവസ്തുക്കളിൽ നിന്ന് നിർജീവ വസ്തുവിനെയും പുറപ്പെടുവിക്കുന്നത്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഒക്കെ അള്ളയാണ്. ഈ കാര്യങ്ങൾ നടത്തുന്നത് അല്ലാഹുവാണെന്നും അവരുടെ ആരാധ്യന്മാർ അതൊന്നും ചെയ്യുന്നില്ലെന്നും അവർക്കും ബോധ്യമാണ്. എന്നിട്ടും അല്ലാഹുവിനെ വിട്ടേച്ച് ഇതര വസ്തുക്കളെ ആരാധ്യരാക്കുകയെന്ന വിരോധാഭാസത്തിൽ മുഴുകിയ അവരോട് അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾ ഒട്ടും സൂക്ഷിക്കുന്നില്ലേ? ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൗലവി അവസാനം പറയുന്നത് ശ്രദ്ധിച്ചോ. എന്താ പറയുന്നത്? ഈ വചനങ്ങൾ അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്. ഞാൻ കട്ടുവെച്ചു എന്ന് പറയുന്ന ആയത്തിന്റെ സാര കേൾപ്പിക്കുന്നു കേട്ടോ. ഞാനിവിടെ ഓതിയില്ല എന്ന് പേരോട് ആരോപണം പറഞ്ഞ ആയത്തിന്റെ വിശദീകരണ വായിക്കുന്നത്. അവസാനത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം ഇതാണ്: മേൽ പറഞ്ഞ പ്രകാരം യഥാർത്ഥ സത്യം അറിയാമായിരുന്നിട്ടും, അറിയില്ല എന്നല്ല, ആ സത്യത്തെ ഉൾക്കൊണ്ടില്ല എന്നല്ല, ആ സത്യത്തെ അവർക്ക് ബോധ്യായില്ല എന്നല്ല, അറിയാമായിരുന്നിട്ടും അവർ തങ്ങളുടെ തോന്നിയ വാസത്തിൽ നിന്ന് പിന്മാറാത്തവരായിരിക്കുന്നത് കൊണ്ട് അവർ അവിശ്വാസികളും ശിക്ഷാർഹരുമാണെന്നുള്ള അല്ലാഹുവിന്റെ നിശ്ചയം സാക്ഷാത്കൃതമായിരിക്കുന്നു. അഥവാ അവരുടെ മർക്കടമുഷ്ടിയാണ് അതിന് കാരണം. ഇനി ശ്രദ്ധിച്ചോ, ഈ വചനങ്ങൾ അവതരിച്ചത് മക്കാ മുശ്രിക്കുകളിലാണെന്ന് വെച്ച് അവരെ മാത്രം ബാധിക്കുന്നതാണവ എന്ന് ആരും ധരിക്കേണ്ടതില്ല. എല്ലാ കാലത്തുമുള്ള എല്ലാ തരം മുശ്രിക്കുകളെയും ബാധിക്കുന്നതാണ് ഈ വചനങ്ങൾ എന്നുള്ളതിൽ ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്തതാണ്. ഇപ്പൊ എന്തേ വായിച്ചപ്പോ മൗലവി എന്തേലും പറഞ്ഞോ? അമാനി മൗലവി പറഞ്ഞോ? എന്ത് അവർക്ക് അങ്ങനെ വിശ്വാസമില്ലാന്ന്, അവരത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞോ? അപ്പൊ സുഹൃത്തുക്കളെ, ഈ തർക്കമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താ നാദാപുരത്തെ ഖണ്ഡനത്തിന്റെ പ്രധാന വിഷയം. എന്താ വിഷയം? അബൂജഹൽ മൂമിനാണോ, അബൂജഹൽ സ്വർഗത്തിലാണോ? മുജാഹിദീങ്ങളൊക്കെ അബൂജഹൽ സ്വർഗത്തിലാന്നുള്ള വാദക്കാരും മറ്റവരൊക്കെ അബൂജഹൽ കാഫറാന്നുള്ള വാദക്കാരുമാണ്. അങ്ങനെയാണ് ഇപ്പൊ തോന്നിപ്പോവുക. വാസ്തവത്തിൽ ഇവിടുത്തെ ചർച്ച അതൊന്നുമല്ല. എന്തേ ഈ ചർച്ചയിലേക്ക് എത്താൻ കാരണം? അബൂജഹലിന്റെ വിഷയം സ്റ്റേജിൽ വരാൻ എന്താ കാരണം? അറേബ്യൻ മുശ്രിക്കുകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച